സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചാണ് ഇതൊരു എസ്തെറ്റിക് ഡേ ഇൻ മൈ ലൈഫാണെന്ന്. അല്ല ഗൈസ്, നോർമൽ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഞാനത് ഫ്രഷായി എമ്രൂനെ ചെയറിൽ കൊണ്ടിരുത്തി. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവിടെ 2 വിൻഡോ ഉണ്ട് ഹാളിൽ. ആ 2 വിൻഡോയും ഓപ്പൺ ചെയ്തിടും. അപ്പോൾ എനിക്ക് കുറച്ച് വെട്ടം വെളിച്ചമൊക്കെ വരുന്നതാണ് ഇഷ്ടം. അങ്ങനെ എമ്രൂന് ഞാൻ കോക്കോമലനൊക്കെ ഇട്ട് കൊടുത്ത് ചെയറിലിരുത്തിയിട്ടുണ്ട്. എങ്കിൽ മാത്രമേ എനിക്കിനി കിച്ചണിലോട്ട് കയറാൻ പറ്റുള്ളൂ. കുറച്ച് നേരം വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായത് കാരണം അവന് ടി വി കാണിക്കുന്നതാണ്, അങ്ങനെ ടി വി ഇട്ട് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഞാനത് കിച്ചണിൽ കയറിയിട്ടുണ്ട്. കയറിയപ്പോൾ ഇതാണ് അവസ്ഥ. തലേന്ന് പുറത്തൊക്കെ പോകാണ്ട് എനിക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്ത്രീകളുടെ എല്ലാവരുടെയും ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും കിച്ചൺ നല്ല നീറ്റായിട്ടിരിക്കണം അല്ലേ. എനിക്കും അതാണ് ഇഷ്ടം. പക്ഷേ എന്നെക്കൊണ്ട് അത് ചില സമയങ്ങളിൽ സാധിക്കാറില്ല. അപ്പോൾ ഇന്നലത്തെ ദിവസം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ ചെയ്യുന്ന പണി എന്ന് പറയുന്നത് പാത്രം കഴുകി ഒതുക്കലാണ്. പാത്രം കഴുകി മാറ്റിയാൽ മാത്രമേ നമുക്ക് പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തോ പോലെയാണ്, മൊത്തത്തിലൊരു ഇടങ്ങേറായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പാത്രമൊക്കെ കഴുകി മാറ്റി. എന്നിട്ട് ദോശ ചുടയാണ്. അപ്പം ഇന്ന് ചില സമയങ്ങളിൽ ഞാൻ അവന് എമ്രൂന് ഓട്സൊക്കെ കൊടുക്കാറുണ്ട്. ഇന്നിപ്പോൾ ദോശമാവ് ഉള്ളത് കാരണം ദോശ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കറി ഇന്നലെ നമ്മൾ പുറത്ത് പോയിട്ട് വന്നപ്പോൾ ജെയ്ത്തൂനിൽ നിന്ന് ചിക്കൻ കറി അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പാഴ്സൽ കൊണ്ടുവന്നു. ബാക്കി ചിക്കനൊന്നുമില്ല, ജസ്റ്റ് ഒരു ഗ്രേവി മാത്രമേ, എനിക്കത് മതിയാവും. അങ്ങനെ അതാണ് ഞാൻ ചൂടാക്കുന്നത്. എമ്രൂന് ദോശയും കുറച്ച് കറി ചുമ്മാ പേരിന് കൊടുക്കുന്നതേ ഉള്ളൂ. ഞാൻ വെള്ളത്തിൽ അവന് കുതിർത്തിട്ട് ദോശ കൊടുക്കാറാണ് പതിവ് കേട്ടോ. അപ്പോൾ ഇത് വീട്ടിൽ ആട്ടിയ ദോശമാവൊന്നും അല്ല. എല്ലാവരും ദോശയൊക്കെ കൊടുക്കുമ്പോൾ വീട്ടിൽ ആട്ടുന്ന ദോശമാവ് കൊടുക്കുക. ഞാൻ ഇതിന് മുന്നേ വീട്ടിൽ ആട്ടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എമ്രു വന്നതിന് ശേഷം എനിക്ക് അതിനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് കടയിൽ നിന്ന് മേടിക്കുന്നതാണ്. അപ്പോൾ ദോശയൊക്കെ അവന് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ദോശ ചുടുന്ന ദിവസങ്ങളിൽ അവന് ദോശ തന്നെയാണ് കൊടുക്കാറ്. പിന്നെ മോർണിംഗ് ഞാൻ ചായ കുടിക്കാറില്ല. ചില ദിവസം എനിക്ക് തോന്നുവാണെങ്കിൽ കുടിക്കാറുണ്ട്, ഇട്ട് കുടിക്കും. മിക്ക ദിവസങ്ങളിൽ ഞാൻ കുടിക്കില്ല കേട്ടോ. ചായ എന്ന് പറയുന്നത് ഞാനിപ്പം മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ട്. മോർണിംഗും ഈവനിങ്ങും ഒഴിവാക്കിയതാണ്. പക്ഷേ ലാസ്റ്റ് ടൈം ഞാൻ നാട്ടിൽ പോയപ്പോൾ എൻ്റെ ഉമ്മയാണെങ്കിൽ 3 നേരവും 4, 5 നേരമൊക്കെ ചായ ഇടുന്ന ഒരാളാണ്. ചായ വേണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വേണമെന്ന് പറയും. അങ്ങനെ ചായ ചില സമയം അങ്ങ് കുടിച്ച് അഡിക്റ്റായിപ്പോവും. അപ്പോൾ ഞാനിപ്പം നാട്ടിൽ നിന്ന് തിരിച്ച് വന്നപ്പോൾ, അതായത് ഇവിടെ നിന്ന് നാട്ടിൽ പോയപ്പോൾ ഞാൻ മോർണിംഗും ഈവനിങ്ങും ചായ ഒഴിവാക്കിയ ആളായിരുന്നു. അവിടെ പോയി ചായ ഈവനിങ്ങും മോർണിംഗും കുടിക്കാൻ തുടങ്ങി. പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വന്നപ്പോൾ ഈവനിങ് മാത്രമാക്കി. എൻ്റെ ഹസ്ബൻഡിന് ചായ വേണം. അപ്പം ഞാൻ ഈവനിങ് ചായ ഇടാറുണ്ട്. അപ്പം എനിക്കത് നിർത്താൻ പറ്റുന്നില്ല. ഇപ്പം എന്തോ സാധാരണ നിർത്തേണ്ടതാണ്, ഇപ്പം എന്നെ കൊണ്ട് പറ്റുന്നില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈവനിങ് മാത്രം ചായ കുടിക്കും. അങ്ങനെ എമ്രൂന് ആഹാരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവന് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാനും ദോശ കഴിക്കും കേട്ടോ. പിന്നീട് എനിക്ക് കഴിക്കാനുള്ള സമയമൊന്നും കിട്ടില്ല. ബേബീസുള്ള എല്ലാ ഉമ്മമാർക്കും അറിയായിരിക്കും, നമ്മൾ ഇവരെ കൂട്ടത്തിൽ കഴിച്ചു. അതല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ഹൈ ചെയർ മേടിച്ചിട്ടുള്ളത് എനിക്ക് എന്തുകൊണ്ടും ഉപകാരമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ അവനാണെങ്കിലും ഞാൻ ആ ചെയറിൽ ഇരുത്തി മാത്രമേ ഫുഡ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്കും വേണമെങ്കിൽ കഴിക്കുന്ന സമയത്ത് അവനെ കുറച്ച് നേരം ചെയറിൽ ഇരുത്തിയാൽ ഇരുന്നോളും എന്ന് വെച്ചാൽ ടി വി ഓണാണെങ്കിൽ മാത്രമേ ഇരിക്കത്തുള്ളൂ. നിവർത്തികേട് കാരണമാണ് ടി വി ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് സമയം മാത്രം കേട്ടോ, എപ്പോഴും ഇട്ട് കൊടുക്കാറില്ല. ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. അതല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കും, ഹാളിൽ സോഫയിലിരിക്കും, താഴെ വിട്ടേക്കും. അവൻ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നോളും കേട്ടോ. അപ്പോൾ അവൻ ഇരിക്കുന്ന ഗ്യാപ്പിൽ തന്നെ കുറച്ച് തുണികൾ എനിക്ക് കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ തുണി വാഷ് ചെയ്യാൻ ഇടാമെന്ന് വിചാരിച്ചു. വലിയ കാര്യത്തിൽ തുണിയൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ഞാൻ രാവിലേക്ക് ഇടും കേട്ടോ. പക്ഷേ ഞാൻ എടുത്ത് വിരിക്കാറില്ല. കാരണം എനിക്ക് ഭയങ്കര മടിയാണ് തുണി വിരിക്കാൻ വേണ്ടിയിട്ട്. കഴുകാൻ ഇടാൻ എളുപ്പമാണല്ലോ, എടുത്ത് വിരിക്കുന്നതാണ് പാട്. അതുകൊണ്ട് എപ്പോഴും ഹസ്ബൻഡ് വരുമ്പോൾ ഞാൻ റീക്കായുടെ അടുത്ത് പറയും, റീക്കാണ് രാത്രി തുണി വിരിച്ചിടാറ് കേട്ടോ. അത് എപ്പോഴും അങ്ങനെയാണ്. പണ്ടേ ഞാൻ ഇങ്ങനെയാണ്, മടിച്ചാണ് ഗൈസ്. തുണി കഴുകുന്നതും എനിക്ക് മടക്കി വെക്കുന്നതും വിരിക്കുന്നതൊക്കെ ഭയങ്കര ഒരു തരം അലർജിയാണ്. അങ്ങനെ ഞാനിവിടെ തുണിയൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ഇടുന്നുണ്ട്. അവിടെ ഇരുന്ന് എമ്രു വിളിക്കുന്നുണ്ട്. അവൻ കുറച്ച് നേരം ഇരിക്കുള്ളൂ, ഒരു അരമണിക്കൂറൊക്കെ അവൻ ആ ചെയറിൽ ഇരിക്കുള്ളൂ. ടി വി ഓൺ ആണെങ്കിലും അരമണിക്കൂറൊക്കെ ഇരിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അങ്ങോട്ട് വിളി തുടങ്ങും, എന്നെ എടുക്കൂ എന്നും പറഞ്ഞ്. അവൻ എപ്പോഴും ഫ്രീ ആയിട്ട് വിടണം, താഴെ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കണം. എന്ത് പറയാൻ, നല്ലൊരു ആക്റ്റീവായിട്ടുള്ളൊരു ബേബിയാണ്. അവൻ എപ്പോഴും 24 hours ആക്റ്റീവായിരിക്കും. പിന്നെ കുറച്ച് നേരം ഉറങ്ങും കേട്ടോ ഇതിനിടയിൽ. അപ്പോൾ തുണിയൊക്കെ വാഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ അരി എടുത്ത് വേഗം കഴുകി ചോറ് അടുപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉടൻ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം ചൂടാക്കും കേട്ടോ. അല്ലെങ്കിൽ എമ്രൂന് ചൂടുവെള്ളമാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം ഉടനെ തന്നെ ഞാൻ ചോറും വാങ്ങി ഇട്ടേക്കാം. അതാകുമ്പോൾ അരി വേവുമല്ലോ, പിന്നീട് കറി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഗൈസ്, എമ്രൂന് വയ്യ കേട്ടോ. അപ്പോൾ നെബുലൈസ് ചെയ്യണം. അപ്പോൾ ഞാൻ നെബുലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നെബുലൈസർ എടുക്കാൻ വേണ്ടി പോയപ്പം സംഭവം ഈ മുതൽ പുതിയതാണ് കേട്ടോ. ഞാൻ നാട്ടിൽ വെച്ച് ഒരെണ്ണം കൂടെ മേടിച്ചു ലാസ്റ്റ് ടൈം പോയപ്പോൾ, ഒരെണ്ണം നാട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ എന്താണ് ബുദ്ധിമതി, അതും കൂടെ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇപ്പോൾ മാറിപ്പോയി. അങ്ങനെ ഞാൻ ഈ പുതിയത് കൊണ്ട് തിരിച്ച് വെക്കാൻ വേണ്ടി പോകണം. ഇനിയിപ്പോൾ വാപ്പ വന്നിട്ട് തിരിച്ച് നാട്ടിലോട്ട് പോകുമ്പോൾ കൊടുത്ത് വിടണം വാപ്പാടെ അടുത്ത്, അവിടെ കൊണ്ട് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട്.
അങ്ങനെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നെബുലൈസ് ചെയ്യട്ടെ അവനെ. നെബുലൈസ് ചെയ്താൽ മാത്രം മോർണിംഗും ഈവനിങ്ങും നെബുലൈസ് ചെയ്താലേ അവൻ്റെ അസുഖം മാറത്തുള്ളൂ. അപ്പോൾ മോർണിംഗ് ഈവനിങ് ഞാൻ ചെയ്ത് കൊടുക്കും കേട്ടോ. ഞാനിവിടെ ചെയറിട്ടിരിക്കും, എന്നിട്ടാണ് നെബുലൈസ് ചെയ്യുന്നത്. നിൽക്കാനൊന്നും വയ്യ. അപ്പോൾ ഇത് 3% സോഡിയം ക്ലോറൈഡ് ആണ്. നമ്മൾ നാട്ടിൽ ഇവന് കഴിഞ്ഞ തവണ പോയപ്പം വയ്യാതെ കിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ഡോക്ടർ നെബുലൈസ് ചെയ്യാൻ വേണ്ടി തന്നതാണ്. അപ്പോൾ നമ്മളിത് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. ഇതൊരു 2.5. ഇതിന് മാസ്ക് ഉണ്ട് കേട്ടോ. മാസ്ക് വെച്ചിട്ടാണ് നമ്മൾ നെബുലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവൻ ആ മാസ്ക് വെച്ച് അതിനെ വലിച്ചൂടി. അതുകൊണ്ട് എനിക്ക് അങ്ങനെ മാസ്ക് വെച്ചിട്ട് നെബുലൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റൂല. ഇപ്പൊ എത്രത്തോളം ആ ഒരു സ്മോക്ക് പോകുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് നെബുലൈസ് ചെയ്ത് കൊടുക്കാറ്, വേറെ വഴിയില്ലാനായിട്ട്. ഇത് തന്നെ കഷ്ടപ്പാടാണ്. TV ഒക്കെ ഇട്ട് കൊടുത്തിരുത്തിയാണ് പുള്ളിയെ ഇവനെ ചെയറിൽ ഇരുത്തിയിട്ടാണ് ഞാൻ നെബുലൈസ് ചെയ്ത് കൊടുക്കാറ്. കാരണം ഇരിക്കൂല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഞാൻ നേരെ ഇരുത്തിയിട്ട് പോയ ആളാണ്. ഇത്രയും നേരം ആയില്ല. ഇനി ഇവന് താഴെ ഇറങ്ങണം. കുറച്ചു നേരം ഞാൻ ഇവനെ കളിക്കാൻ വിടും കേട്ടോ. അപ്പോൾ ഈ താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് താഴോട്ടൊക്കെ വന്നിരിക്കും, ഇഷ്ടമില്ലാതെ. അപ്പോൾ ഗൈസ് നെബുലൈസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവനെ ഞാൻ കുറച്ച് നേരം താഴെ വിടും കേട്ടോ കളിക്കാൻ വേണ്ടി. അതിന് മുന്നേ ഞാൻ ചെന്ന് കിച്ചൻ്റെ ഡോറ്, റൂമിലെ 2 ഡോറ്, ബാത്റൂം ഡോർ എല്ലാം അടച്ചിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇല്ലെങ്കിൽ എല്ലായിടത്തും പോകും. മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഒരാളല്ലേ ഉള്ളൂ, ഇവൻ്റെ പുറകെ ഓടി നടക്കണം. എനിക്കതിന് വയ്യ. പഴയ വീട്ടിലായിരുന്നെങ്കിൽ നല്ല സുഖമായിരുന്നു. ചെറിയൊരു ഹോൾ അതിൻ്റെ അകത്തിട്ട് എന്താ പറയുക, എനിക്ക് കൂട്ടിലിട്ട് ഇതാക്കുന്ന പോലെ. ഇപ്പോൾ അവന് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്. ഇതിൽ ബെൽറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ബെൽറ്റ് അഴിച്ചാൽ മതിയാവും. കുറച്ച് ടോയ്സ് ഒക്കെ ഉണ്ട് എമ്മറൂൻ്റെ, എന്താണ് കളിക്കാനുള്ളത്. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുമ്പോൾ അവൻ കുറച്ച് നേരം ടോയ്സ് ഒക്കെ എടുത്ത് വെച്ച് കളിക്കും കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ എല്ലായിടും എടുത്തിടും, കുഴപ്പമില്ല. ഞാനെല്ലാം ഒതുക്കി വയ്ക്കും. ഞാനിവിടെ വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അവൻ കളിക്കുന്ന അവനെ ശ്രദ്ധിക്കണമല്ലോ, നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഈ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഉമ്മായെ വിളിക്കുന്നത്. നാട്ടിൽ ഡെയിലി ഞാൻ വിളിക്കും കേട്ടോ. കുറച്ച് സമയം ഒരു മണിക്കൂർ ഉമ്മായെ വിളിച്ച് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഉമ്മായെ വിളിക്കാൻ പറ്റൂല. ഇവിടെ പോണ എഴഞ്ഞ് എന്ത് പറയാനാണ് ഗൈസ്, എത്ര ടോയ്സ് ഉണ്ടെങ്കിലും അവൻ ഈ നമ്മുടെ തിങ്സൊക്കെ തന്നെ വേണം. അത് എല്ലാ ബേബീസും അങ്ങനെയാണ് പൊതുവേ എന്ന് തോന്നുന്നു. എപ്പോഴും TV റിമോട്ട് എടുത്ത് വെച്ചാൽ അതും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചുമ്മാ അവന് കളിക്കാൻ വേണ്ടി പഴയ റിമോട്ടൊക്കെ കൊടുക്കും കേട്ടോ. അതൊന്നും വേണ്ട, നമ്മൾ യൂസ് ചെയ്യുന്ന റിമോട്ട് ഏതാണോ അത് തന്നെ വേണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം റിമോട്ടൊക്കെ വെച്ച് കളിക്കുകയാണ്. ടോയ്സ് കളിക്കൂലെന്നല്ല, കളിക്കും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇത് നമ്മൾ വീട് മാറിയപ്പം കുറച്ച് തിങ്സൊക്കെ ഇതിനകത്ത് വെച്ച് കൊണ്ടുവന്നതാണ്. അതിപ്പോൾ എടുത്ത് ഞാൻ TV ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഇവൻ ഈ വയറിൽ പിടിച്ച് വലിച്ച് കളിയുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. എപ്പോഴും TV വയറിനെ പിടിച്ച് വലിച്ച് ഊരിക്കളയലാണ് അവൻ്റെ പണി. ഞാൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ പോകും കേട്ടോ. ഞാൻ കുറച്ച് റസ്ക് എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പം പുള്ളിക്കാരൻ ഫുഡ് കണ്ട അപ്പം വരും കേട്ടോ, അവനും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. റസ്ക് കഴിക്കാൻ പറ്റൂല, ചുമ്മാ ജസ്റ്റ് ഒന്ന് വായിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ അവൻ്റെ പുഷപ്പും എന്താണ് പുള്ളപ്പും ഒക്കെ കാണാൻ പറ്റും. നല്ല ആക്റ്റീവായത് കാരണം ഇനി ഇങ്ങനെയാണ്. എന്തെങ്കിലും സാധനമൊക്കെ ഈ പെട്ടിയുടെ മുകളിലൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ താഴെയിടും, പിന്നെ എഴുന്നേറ്റ് നിന്ന് വീണ്ടും എടുക്കും, തറയിലിടും. അങ്ങനെയാണ് അവൻ കളിക്കാറ് പൊതുവേ. അപ്പം ഞാനിവിടെ സോഫയിലിരുന്ന് അവനെ നോക്കുന്നുണ്ട്. കാരണം നമ്മൾ കുട്ടികളെ ഇങ്ങനെ കളിക്കാൻ വിടുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണം. എന്തെങ്കിലും താഴേക്ക് കിടന്ന എടുത്ത് വായിൽ വെക്കും, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇവൻ ഇതുവരെ വായിൽ വെക്കാറില്ല, പക്ഷെ എല്ലാം തൊട്ട് നോക്കും. ക്യൂരിയോസിറ്റി കാരണം എടുത്ത് നോക്കും. പിന്നെ ചാർജറൊക്കെ നമ്മൾ എപ്പോഴും മാറ്റി വെക്കണം. ഇതുപോലെ ഇത് സംഭവം വയറൊന്നുമില്ല. ഈ സ്വിച്ച് ബോർഡ് എപ്പോഴും ക്ലോസ് ചെയ്ത് വെക്കാൻ തന്നെ ശ്രദ്ധിക്കണം. ഇവനും ഇതുപോലെ വിരലൊക്കെ കൊണ്ടുപോയി അകത്തിടാറുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഇതുപോലെ ചാർജർ എടുത്ത് അതിൽ വെച്ച് വയ്ക്കും. അപ്പോൾ പിന്നെ അത് വലിച്ചെടുക്കാൻ വേണ്ടി നോക്കും. ആളെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് കൊള്ളാം, ഇല്ലെങ്കിൽ അതും അവ ഇളക്കാനൊക്കെ ഇന്നലെയൊക്കെ നിന്ന് ശ്രമിച്ച്. കിച്ചൺ ഡോറ് തുറന്ന അപ്പോൾ എമറുദിൻ്റെ അകത്താണ്, കിച്ചണിലോട്ടാണ്. ഇതൊക്കെയാണ് പരിപാടി. അതുകൊണ്ട് ഡോർ അടച്ചാണ് ഇടാറ് എപ്പോഴും. ഇപ്പം ഞാൻ ചോറ് വെച്ച് റൈസ് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ അകത്ത് കയറിയിട്ടുണ്ട്. അങ്ങനെ കിച്ചണിൽ നിർത്തൂല. ഗൈസ് ഞാനാണെങ്കിൽ കുറേ ദിവസം കൊണ്ട് ആലോചിക്കുകയാണ് ഒരു ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ മോർണിംഗ് ടു ആഫ്റ്റർനൂൺ റുട്ടീനോ ഒക്കെ എടുക്കണമെന്ന്. പക്ഷേ എനിക്ക് പറ്റുന്നില്ല. കാരണം ഇവനെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഒറ്റയ്ക്കെല്ലാം ചെയ്യുന്നില്ല. എൻ്റെ കൂട്ടത്തിൽ ഇവനതാ ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ചെയറിൽ ഇരുത്തി കുറച്ച് നേരമൊക്കെ TV ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ TV ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ എന്തെങ്കിലും ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം ട്രൈപോഡും എടുത്തുകൊണ്ട് പോയി വീഡിയോ എടുക്കുന്നത് കുറച്ച് കഷ്ടപ്പാടാണ്. ഇപ്പം തന്നെ ഞാൻ തളർന്നു. 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ പാരൻസ് വരും കേട്ടോ, എൻ്റെയും ഹസ്ബൻഡിൻ്റെയും വരും. അപ്പോൾ നമ്മുടെ റുട്ടീൻ തന്നെ മൊത്തത്തിൽ മാറിപ്പോവും. അപ്പോൾ ഞാനും ഇവനും ആയിട്ടുള്ള ആ ഒരു ഡേ
ഇനി കിട്ടണമെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിചാരിച്ചത് ഇന്ന് തന്നെ എന്തായാലും ആ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന്, നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒരു മോർണിംഗ് ടു ആഫ്റ്റർനൂൺ റുട്ടീൻ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. ഫുൾ ഡേ ഒന്നും കാണിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല ഗൈസ്. എൻ്റെ മുടി ഗൈസ്. ഇനി നമ്മളൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. നമ്മളല്ല, എമ്രുവിനെ ഒന്ന് കുളിപ്പിക്കണം. അങ്ങനെ എമ്രു ഇതാ കുളിച്ച് സുന്ദരനായി വന്നിട്ടുണ്ട്. ഇനി ഇവനെ ഞാൻ ഉറക്കാൻ പോവുകയാണേ. ലാ ഇലാഹ ഇല്ലല്ലാ. അപ്പോൾ ഗൈസ്, എമ്രുവിനെ ഞാൻ കഷ്ടപ്പെട്ട് ഉറക്കിയിട്ടുണ്ട്. റോക്കറിലാണ് ഇട്ട് ഉറക്കുന്നത്, കാരണം ഇവിടെ തൊട്ടിലുണ്ടായിരുന്നത് ഒരെണ്ണം നാട്ടിലാണ്. അത് പിന്നെ അവൻ എഴുന്നേറ്റ് നിൽക്കും, അതിൽ നിന്നൊക്കെ എടുത്ത് മറിയുമെന്നൊക്കെ പറഞ്ഞാണ് പിന്നെ കൊണ്ടുവരാത്ത. അപ്പോൾ ഇവനിപ്പം റോക്കർ 3 മാസം വരെയുള്ള റോക്കറാണ്, പക്ഷേ റോക്കറിൽ കിടത്തൂല. അവൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങാൻ വേണ്ടി കിടത്തിയിട്ട് പിന്നെ എടുത്ത് ബെഡിലിടും കേട്ടോ. കാരണം വലിയ കുട്ടിയായില്ലേ, 3 months വരെയുള്ള റോക്കറായത് കാരണം, അതുകൊണ്ടാണ്. പിന്നെ ഇവൻ ഉറങ്ങുന്ന ഗ്യാപ്പിൽ ഞാൻ വേഗം അടുക്കളയിൽ വന്നിട്ടുണ്ട്. കറി എന്തെങ്കിലും വെക്കണം. സാധാരണ ഞാൻ എന്തെങ്കിലും മെഴുക്ക് പുരട്ടിയൊക്കെ തോരനൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോയും കൂടെ എടുക്കണമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ സമയമില്ല. എനിക്ക് അതും കൂടെ ചെയ്തുകൊണ്ടിരിക്കാനേ അല്ലെങ്കിൽ പിന്നെ വീഡിയോ എടുക്കണ്ടല്ലോ. എനിക്ക് മെഴുക്ക് പുരട്ടി രസമൊക്കെ വെച്ച്, ഞാൻ രസം വയ്ക്കാനാണ് വന്നത്, പെട്ടെന്ന് അങ്ങ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ വീഡിയോ കൂടെ എടുക്കുന്നത് കാരണം ഞാൻ രസം മാത്രമേ ഇന്ന് വെക്കുന്നുള്ളൂ. എനിക്ക് രസവും ചോറായാലും ഞാൻ കഴിക്കും. പിന്നെ അച്ചാർ ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ട് ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടേ. കാരണം ഇതുപോലെ എന്തെങ്കിലും ചില സമയം നമുക്ക് കറി എനിക്ക് വെക്കാൻ പറ്റാതെ വരും. അങ്ങനെ എന്തെങ്കിലും ചില സമയം മടിയായിരിക്കും കേട്ടോ, വെക്കാൻ പറ്റാണ്ടൊക്കെ വന്നാൽ തൈരാണെങ്കിൽ തൈര് കൂട്ടിയാലും ഞാൻ കഴിക്കും. അപ്പോൾ എനിക്ക് അച്ചാറായാലും കൂട്ടി കഴിക്കാമല്ലോ എന്ന് പറഞ്ഞാണ് ഒരു ചില്ലി അച്ചാർ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഗ്രീൻ ചില്ലി അച്ചാർ. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ രസമാണ് വെക്കുന്നത്. ഞാൻ വെക്കുന്ന രസം എല്ലാവരും വെക്കുന്ന പോലെ തന്നെ, എങ്കിലും ഞാനൊന്ന് റെസിപ്പി പറഞ്ഞേക്കാം. ഞാൻ വെക്കുന്നത് ആദ്യം തന്നെ മിക്സിയിൽ അരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കും കേട്ടോ. ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ജീരകം, കറിവേപ്പില, മഞ്ഞപ്പൊടി മഞ്ഞളല്ല ഗൈസ്, മഞ്ഞപ്പൊടിയാണ്, തെറ്റിപ്പോയതാണ്. മഞ്ഞപ്പൊടി, പിന്നെന്താണ്, മുഴുവൻ കുരുമുളകാണ്. ഇത്രയും ഇട്ട് ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കും കേട്ടോ. എന്നിട്ട് ഞാൻ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകും കറിവേപ്പില ഇട്ട് താളിച്ചതിന് ശേഷം ഈ ഇപ്പം അടിച്ചെടുത്ത പേസ്റ്റ് ഇതെല്ലാം കൂടെ അതിലിട്ട് വഴറ്റും കേട്ടോ. വഴറ്റിയതിന് ശേഷം തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കും. ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചേക്കും. ഇന്നിപ്പോൾ കട്ട് ചെയ്ത് ഞാൻ ഡയറക്റ്റ് ഇടുവാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കായവും കൂടെ അതിലിട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് കുറച്ച് നേരം വഴറ്റും. അപ്പോൾ അതിന് ശേഷം പുളി ഒഴിച്ച് കൊടുത്ത്, പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് രസം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കും. നല്ലപോലെ തിളപ്പിക്കാൻ പാടില്ല, എങ്കിൽ രസത്തിൻ്റെ ഒരു ടേസ്റ്റ് വരില്ല, ഫ്ലേവർ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരച്ച സാധനങ്ങൾ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ഞാൻ ലാസ്റ്റ് ഒന്ന് കറിവേപ്പിലല്ല മല്ലിയില ഇട്ട് എടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ എൻ്റെ രസം നല്ല മല്ലിയിലേക്കുള്ള നിറഞ്ഞു നിൽക്കുന്ന ഒരു രസമായിരിക്കും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മല്ലിയിലയുടെ ഫ്ലേവർ. ഇഷ്ടമുള്ള എത്ര പേരുണ്ട് അവർ കോമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമുക്ക് എനിക്കിങ്ങനെ കറി വയ്ക്കുമ്പം എപ്പോഴും ഇങ്ങനെ മല്ലിയില ഇങ്ങനെ കാണണം, ആ ഒരു ഫ്ലേവർ കൂടുതലായിട്ട് നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. അതെല്ലാവർക്കും ഇഷ്ടമല്ല, എനിക്ക് പൊതുവേ ഇഷ്ടമായത് കാരണം ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കാറ്. പിന്നെ ഗൈസ്, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിന് മുന്നേ തന്നെ ഞാൻ എമ്രുവിനുള്ള മുട്ട ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അവന് റൈസ് ഓൾറെഡി വെച്ചല്ലോ, അപ്പോൾ റൈസും എഗ്ഗ് ബോയിൽ ചെയ്ത് അത് രണ്ടും കൂടെ മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റാക്കി കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ലഞ്ചിന്. ഓക്കെ, അപ്പം രസം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് വഴറ്റി കൊടുത്ത് രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഞാനങ്ങ് ഓഫ് ചെയ്യും. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് തളർന്ന് ഞാനിതാ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പാടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു രസവും ചോറുമൊക്കെ എന്തോന്ന് പാട് തന്നെ. കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെയൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ ചെയ്യാൻ, ഒരു രസമാണെങ്കിൽ രസം, ചോറാണെങ്കിൽ ചോറ് വയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഉറങ്ങിയല്ലേ, ഇപ്പോൾ എഴുന്നേറ്റിട്ടില്ല, അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാനങ്ങ് ചോറ് കഴിച്ചേക്കാം. അങ്ങനെ ഞാൻ കുറച്ച് രസവും ചോറും അച്ചാറും കൂട്ടി കഴിക്കുന്നുണ്ട്. കാരണം ഇനി അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ പാടാണ്. കുറച്ച് നേരം വീണ്ടും ഞാൻ പിടിച്ച് ചെയറിൽ ഇരുത്തും, അഥവാ ഞാൻ കഴിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇനി എഴുന്നേറ്റ ഉടനെ തന്നെ അവനുള്ള ലഞ്ച് ഞാൻ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു മോർണിംഗ് ടു ആഫ്റ്റർനൂൺ റുട്ടീൻ. ഇനി എമ്രു എഴുന്നേൽക്കുമ്പോൾ, ഞാനിപ്പോൾ ലഞ്ച് കഴിച്ചിട്ടുണ്ട്, അപ്പോൾ എമ്രു എഴുന്നേൽക്കുമ്പോൾ അവനുള്ള ലഞ്ച് കൊടുക്കണം. അപ്പോൾ എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ചോറുണ്ടല്ലോ, റൈസ് ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അവന് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല, ഇപ്പോൾ തന്നെ മൊബൈലിൽ ചാർജ് ഇല്ല, അതൊരു യാഥാർത്ഥ്യം. പിന്നെ ഇത്രയും നേരം ഷൂട്ടിങ്ങും കാര്യങ്ങളും ആയിരുന്നു. ഇപ്പോൾ തന്നെ സമയം ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ മോർണിംഗ് ടു
ആഫ്റ്റർനൂൺ ആയിട്ടുള്ള മോർണിംഗ് ടു ആഫ്റ്റർനൂൺ റുട്ടീനാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആഫ്റ്റർനൂൺ ആയിട്ടുണ്ട്, ഇപ്പോൾ ഒരു സമയം 1:30 ആയിട്ടുണ്ട്. അവനൊരു അരമണിക്കൂർ ഉറങ്ങുള്ളൂ. അപ്പോൾ ഒരു 2 മണിയാകുമ്പോൾ എന്തായാലും അവൻ എഴുന്നേക്കും. പിന്നെ അവന് ഫുഡ് കൊടുക്കണം. പിന്നെ കുറച്ച് നേരം ഇനിയിപ്പോൾ ഉമ്മായി വിളിച്ചില്ല, അപ്പോൾ വീട്ടിലൊന്ന് വിളിക്കണം. ഉമ്മയൊക്കെ ഫ്രൈഡേ ഏർലി മോർണിംഗ് ഉമ്മ ഇവിടെ എത്തും. എമ്രൂന് സർപ്രൈസ് ആണത്. ഉമ്മ വരും, വാപ്പ വരും, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയും വാപ്പായും വരും കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും ഉള്ളതാണ് അവന് ഇഷ്ടം കേട്ടോ. എപ്പോഴും വീട്ടിൽ ആൾക്കാർ വേണം, പുറത്ത് കൊണ്ടുപോകണം, അങ്ങനെയാണ് അവന് ഇഷ്ടം. അപ്പോൾ അവൻ ഞെട്ടിപ്പോവും ഇവരൊക്കെ വരുമ്പോൾ. ഇനി കുറച്ച് മാസം അവരെല്ലാവരും ഇവിടെ കാണും. പിന്നെ എമ്രൂൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട് ഈ വരുന്ന സൺഡേ അവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ പ്ലാനിങ് ഉണ്ട്. ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇൻഷാല്ല അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അതൊക്കെയെന്ന് വെച്ചാൽ ബർത്ത്ഡേ സെലിബ്രേഷന് പറ്റുവാണെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. അല്ല, അപ്പോൾ ഇനി കുറച്ച് നേരം ചാർജിലിടണം. ഇപ്പോൾ ലഞ്ച് കഴിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കും. അവൻ എഴുന്നേൽക്കുമ്പോൾ ഇനി അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഉമ്മായി വിളിച്ചിട്ട് ഇവിടെ കുറച്ച് നേരം ഇരുത്തും. അവൻ ഇരുന്ന് കളിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് അവൻ്റെ വാപ്പ വരും. പിന്നെ അവൻ്റെ വാപ്പാടെ അടുത്ത് പൊക്കോളും. പിന്നെ നമ്മൾ ഈവനിങ് ആകുമ്പോൾ പുറത്ത് പോകും. വാപ്പ വന്ന ഉടനെ പോവാന്നും പറഞ്ഞ് വിളിക്കും. കാരണം ഇവന് മോർണിംഗ് ടു ഈവനിങ് ഇങ്ങനെ വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നതല്ലേ. അപ്പോൾ പുറത്ത് കൊണ്ടുപോകും, എപ്പോഴും ഡെയിലി കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ കൊണ്ടുപോയി വഷളായിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയാണ് മോർണിംഗ് ടു ആഫ്റ്റർനൂൺ ആയിട്ടുള്ള. ഇനി ഞാൻ ആലോചിക്കുകയാണ്, ഇത് ഈ ഒരു വീഡിയോ എടുത്തപ്പോൾ തന്നെ ഇപ്പോൾ കുറേ സമയമായിട്ടുണ്ട്. മോർണിംഗ് ടു അതായത് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താൽ കുറേ സമയം എടുക്കും. അതുപോലെ തന്നെ വലിയൊരു ലോങ് വീഡിയോ ആയിപ്പോവും തോന്നുന്നു. ഇൻഷാല്ല ഇനിയിപ്പോൾ എല്ലാവരും വന്നിട്ട് അതിന് ശേഷമുള്ള ഡേ ഇൻ മൈ ലൈഫൊക്കെ ഞാൻ എടുക്കാവേ. അപ്പോൾ പിന്നെ കുറച്ച് ഫ്രീ ആവും, വീഡിയോസൊക്കെ എനിക്ക് എടുക്കാൻ പറ്റും. ഉമ്മ എല്ലാവരും ഉണ്ടല്ലോ, അവനെ ശ്രദ്ധിക്കാൻ ആൾക്കാരുണ്ട്, ഉപ്പമാരുടെ അടുത്തൊക്കെ ഇരുന്നോളും ആള്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം കേട്ടോ. ബൈ.